ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഈസ്റ്ററൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉണ്ടല്ലോ, നമ്മളുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്രേവി കിട്ടണമെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി നമ്മൾ മസാലാസൊക്കെ ചേർത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഒന്ന് ഇട്ടിട്ട് അതൊന്ന് ഒരു ഒരു 2-3 വിസിൽസ് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമ്മളുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിപൊളിയായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ നമ്മളുടെ ഉച്ചക്കത്തെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈസ്റ്റർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. നമ്മൾ സാധാരണ നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി. കാരണം ഞങ്ങൾ ഇന്നലെ പോയി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആർക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട, സാധാ ചോറും കറിയും മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ കുറച്ച് ശങ്കറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി. പിന്നെ വറ്റ എന്ന് പറയുന്നൊരു മീൻ ഉണ്ടല്ലോ, ആ മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് പൊള്ളിക്കാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ വീട് മാറിയത് കൊണ്ടിട്ട് നമ്മൾ ചിരവയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഇട്ടിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ കറി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. തക്കാളി ഇട്ട് പൊള്ളിക്കുക എന്ന് പറയില്ല അത്. പിന്നെ നമ്മുടെ സാലഡും. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം. താങ്ക്